സുഖേരെ കലാസ്നേഹികളെ, എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പൂർണ്ണ ശക്തിയോടെയും യുക്തിയോടെയും ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയാം. നിങ്ങൾ ഈ സിനിമ കണ്ടു കാണില്ല. ഈ ചലം ഒരു ചിത്രമാണെന്ന് പറയാൻ പോലും എനിക്ക് ചെറിയ നാണക്കേടുണ്ട്. എന്നെ പടവടവോ നീയൊക്കെ പണി വെച്ചേക്കണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് ഈ പടം ഒരുമിച്ച് കാണാം. അപ്പൊ കഥയിലെ നായകൻ ആദ്യം തന്നെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് പ്രേമ നൈരാശ്യത്തിലായി ആത്മഹത്യം ചെയ്യാൻ പോകുന്നതും കാണിച്ചുകൊണ്ടാണ്. അവൻ അവളോട് ട്രൂ ലവ് ആയിരുന്നു, ബട്ട് അവൾക്ക് അവൻ വെറും നേരം പോക്കായിരുന്നു ഗൈസ്. പാവം കഴിവാതെ ഉലത്തി. അങ്ങനെ ആ സങ്കടത്തിൽ ലാപ്ടോപ്പിൽ തമിഴിൽ അവന്റെ അമ്മയ്ക്ക് ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതി അവൻ തൂങ്ങിച്ചാകാൻ പോകവേ പെട്ടെന്ന് ഫോണിലെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വരികയാണ്. ചതിക്കാത്ത ചന്തുവിലൻ നവ്യ നായരെ പോലെ അവസാനത്തെ ഹോപ്പ് എന്ന് കരുതി അവനും ചവലൊക്കെ അടുത്ത ആഴ്ച ആക്കാന്ന് കരുതി അവൻ ആ ഫേസ്ബുക്ക് മെസ്സഞ്ചർ എടുത്ത് വായിക്കുകയാണ്. അവിടെയാണ് അത്ഭുതം എന്ന് പറയട്ടെ. ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചത് ഒരു പെൺ പ്രേതമായിരുന്നു ഗൈസ്. ഈ മോഡേൺ യുഗത്തിൽ പ്രേതങ്ങളും മോഡേൺ. അതായത് ഒരു ചത്ത പെണ്ണിന്റെ പ്രേതം ഫേസ്ബുക്ക് വഴി കണക്ട് ചെയ്ത് മെസ്സഞ്ചർ വഴി അവന് മെസ്സേജ് അയച്ചിരിക്കുന്നു. അതും വാട്സാപ്പ് പോലുമല്ല, ഫേസ്ബുക്ക് മെസ്സഞ്ചർ. സംഭവം അങ്കും പൊങ്കും ഇല്ലാത്ത മെസ്സേജ് ആണെങ്കിലും അളിയന്റെ ജീവൻ രക്ഷപ്പെടും. എന്തായാലും തന്റെ ജീവൻ രക്ഷിച്ചതല്ലേ, അതാരാണെങ്കിലും കണ്ടെത്താനായി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ സുഹൃത്തു കൂടിയായ SHOയുടെ കാര്യം വിവരിക്കും. മാത്രമല്ല കയറിന്ന് താഴെ ഇറങ്ങിയ അവൻ മെസ്സഞ്ചറിലെ മെസ്സേജറുമായി കുറെ നേരം സംസാരിക്കുമ്പോൾ അവൾ പ്രേതമാണെന്നും അവൾ ജീവിച്ചിരുന്ന സ്ഥലവും പേരും ഊരും ഫോട്ടോയും വരെ അയച്ചു കൊടുക്കും. ഇതെല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അവൻ അവളുടെ നാട്ടിൽ പോയി അന്വേഷിക്കും. അത്രേ അവന് മനസ്സിലാക്കും ഇങ്ങനൊരു പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവൾ മരിച്ചുപോയെന്നും. ഇത് നേരെ പോലീസുകാരനോട് പറയുമ്പോ ബുദ്ധിയെ തൽക്കാലം ബ്രെഡ് വാങ്ങാൻ പറഞ്ഞു വിട്ടിരുന്ന ആ പോലീസുകാരൻ പറയും ഇത്തരം കാര്യങ്ങളൊക്കെ അമാനുഷികമാണെങ്കിലും ഞാൻ എന്തായാലും ഒന്ന് ആ പോലീസ് സ്റ്റേഷൻ വരെ വിളിച്ച് ചോദിക്കട്ടെ. അങ്ങനെ അവളുടെ നാടെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇത്തരം ഒരു പെൺകുട്ടി ആക്സിഡന്റിൽ പറ്റി മരിച്ചതായി അറിയാൻ സാധിക്കും. അത് ശരി, ഇവിടെ നേരെ ചുവള്ള കേസും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തന്നെ അകന്തോളം എഴുതിയ കാളിദാസന്റെ ആറ്റിറ്റ്യൂഡാണ് പോലീസുകാർ കാണിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരുത്തൻ ഫേസ്ബുക്ക് വഴി പ്രേതം മെസ്സേജ് അയച്ചെന്നും പറഞ്ഞ് കയറി ചെല്ലണം. പിന്നെ ഒരു ഭാഗ്യത്തിന് പോലീസുകാരൻ മണ്ടനായോണ്ട് ഇതൊക്കെ വിശ്വസിക്കും. എനിക്കെന്താണ് ഡോക്ടർ ഭ്രാന്ത്? You also like your face. It's beautiful. പ്രശ്നം എന്തെന്നാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 12 മണിക്കും മാത്രമേ ഇവൾ ചാറ്റ് ചെയ്യാൻ വരുള്ളൂ. അതുവരെ മുഴുവനായും പിടിക്കുക അവള് കിടന്ന് ഉറങ്ങുമായിരിക്കും. ரோடு ஆக்சிடென்ட்ல நான் இறந்து போயிட்டேன். இந்த மெசேஞ்சர் தான் என்னோட மீடியம், என்ன நம்புங்க சார். അങ്ങനെ 12 മണിക്ക് അവന് മെസ്സേജ് അയച്ച് പോലീസുകാരനോട് സംസാരിച്ചപ്പോ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന 5 റേപ്പ് കേസ്, 2 പിക്ക് പോക്കറ്റ് കേസും 3 തല്ല് കേസും മാറ്റിവെച്ച അപ്പ തന്നെ പുള്ളി ജീപ്പ് എടുത്ത് ആ ശരീരയായ പെണ്ണിനെ തപ്പി അവളുടെ സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ്. സത്യമെന്ന് പറയട്ടെ, അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ചുമരിൽ. എന്നിട്ട് പോലീസ് മാമൻ അവളെ തന്തയോട് പറയും നിങ്ങളെ മോള് ചത്തിട്ടും പ്രേതമായി വന്ന ഒരു യുവാവിനെ ശല്യപ്പെടുത്തുന്നുണ്ട്. എന്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ഇത്തരം സംഭവങ്ങളൊന്നും ഞാൻ അനുവദിക്കില്ല. ആയതിനാൽ സത്യം തുറന്നു പറയാൻ പറയും. അപ്പൊ അച്ഛൻ പറയും മോള് എത്തപ്പോ മോളെ ഫോണും കൂടി ഞാൻ കുഴിയിലിട്ടെങ്കിൽ മൂടിയെന്ന്. അതറിഞ്ഞ പോലീസുകാർ എവിടെ ആ കുഴി കുത്തിയവൻ അവനെ വിളിക്കാൻ പറയും. സമയം കളയാതെ കുഴി കുത്തിയവനും വന്നിട്ടുണ്ട്. പടപടെ കാര്യങ്ങൾ തീരുന്നോണ്ട് പടം പെട്ടെന്ന് തീരുമേ. സംഭവം ചത്ത പെണ്ണിന് എന്തിനു ഫോണെന്നും പറഞ്ഞ് അയാൾ ആ ഫോൺ അടിച്ചു മാറ്റി കൊണ്ടുപോയെന്ന്. ചത്തവരെ കാറയിപ്പിയല്ലേ. ഇനി അയാൾ ആ ഫോൺ കൊണ്ട് കൊടുത്തത് അയാളെ മോൾക്കാണ്. മോളാണെങ്കിൽ ചത്ത പെണ്ണിന്റെ ഒറ്റ കൂട്ടുകാരി. അവൾ ഇവനെ കണ്ടതും തിരിച്ചറിയും. நீங்க சக்தி தானே? அந்த தம்பிய எப்படி தெரியும் போல உனக்கு? സംഭവം ഈ മരിച്ചവളും മരിക്കാത്ത കൂട്ടുകാരിയും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം മരിച്ചവളുടെ തന്ത അവൾക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും. ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ആട്ടവും പാട്ടും കൂത്തുമായി നടന്ന അവളെ അടുത്ത തമിഴ് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയ ഒരു അമ്മൂമ്മ കാണും. കണ്ട കാര്യം സത്യമായി അവര് നേരെ ചെന്ന് അവൾ അച്ഛനോട് പറയും. മോൾ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് തന്തയോട്. ബട്ട് അവക്കടെ തന്ത ഒരു മാന്യനായതുകൊണ്ട് സോറി മോളെ, അച്ഛനിതൊന്നും പറയാൻ പാടില്ല, എന്നാലും നാളെ മുതൽ നീ ഇനി ഒറ്റയ്ക്ക് നടന്നു പോകണ്ട, അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു അന്ന് മുതൽ ഇവളെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകും. അത്രേ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ ഫോണൊന്നും പിടിച്ചു വാങ്ങൂല. അങ്ങനെ ഒരു മോഡേൺ തന്തയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫേസ്ബുക്ക് വഴി ആ നാട്ടിലെ ഏറ്റവും വലിയ കണ്ണാപ്പി കാന്താരികളുടെ കൂട്ടുകാരനുമായ നമ്മുടെ നായകനെ പരിചയപ്പെടും. അവന്റെ എഡിറ്റിംഗ് സ്റ്റൈലിലും അവന്റെ കവിതകളിലും ആകൃഷ്ടയായി അവനോട് അവൾക്ക് പ്രേമം തോന്നും. ഇത് എന്ത് വള്ളിച്ചാട്ടം? അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ട കുറുമ്പനെ ഇഷ്ടമായ കാര്യം അവൾ അവളെ കൂട്ടുകാരിയോടും തുറന്നു പറയുകയാണ്. എന്നാലും അതല്ലല്ലോ, അത് എന്തോന്ന് ചാട്ടം. 5, 1, 2, 3
ബട്ട് വിധി അവൾക്കായി കരി തേച്ച് വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു ഗൈസ്. അവന് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുമായി കമ്മിറ്റഡ് ആയ ഫോട്ടോകൾ അവൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചതും ഇവളുടെ ഹാർട്ട് ബ്രേക്ക് ആകും. പിറ്റേന്ന് വെളുപ്പിൽ എന്നെ മൊന്തയുമായിട്ട് ഇവള് മൊന്തമായിട്ട് എവിടെ പോണു ഈ കാട്ടിലോട്ട്? എന്നാലും ഈ ചെറിയ മൊന്തമായിട്ട് വല്ല മരത്തിന് നീ വെള്ളം ഒഴിക്കാൻ പോണായിരിക്കും അല്ലേ? അതെന്തേലും ആവട്ടെ. അങ്ങനെ രാവിലെ തന്നെ നാടോടി നൃത്തം കാഴ്ചവെക്കാൻ പോയ കൂട്ടുകാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അവൾ കാര്യം പറയും. കഴിഞ്ഞ് ലവന് വേറെ സെറ്റപ്പ് ഉണ്ട്. അവൻ അവന്റെ കാമുകിയുടെ പടമൊക്കെ ഫോട്ടോ ആയി ഇട്ടേക്കുന്നു. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും അടുത്ത സീനിൽ അവര് ബ്രേക്കപ്പ് ആവുന്നു. അത് ഇവരറിയും. ഇവർ രണ്ടുപേരും സന്തോഷിക്കും. ായ നായകന്റെ ഫേസ്ബുക്ക് മുഴുവൻ ഡിപ്രഷന്റെ കുറിച്ചുള്ള കോട്ടുകളും വീഡിയോകളും ഫോട്ടോകളുമാണ്. അത് കണ്ട അവൾ ഒരു ദിവസം അവന് മെസ്സേജ് അയച്ച് പറയും, എടോ വല്ലപ്പോഴെങ്കിലും ആ താഴത്തോട്ടിൽ എന്തെങ്കിലും കുത്തി കയറ്റി അല്ലെങ്കിൽ ഓട്ടടഞ്ഞു പോകും. അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനിടയിൽ സ്വയം മറന്ന് അവിടെ വെറുതെ നിന്ന് അവൾ ഫോൺ എടുത്ത് നേരെ റോഡിന് നടുക്ക് ഇറങ്ങി നിന്ന് കൊടുക്കും. അപ്പൊ അതുവഴി അടയ്ക്കാൻ കൊണ്ടുപോയ ലോറി ഇവളെ ഇടിച്ച് അവസാന ശ്വാസം വലിപ്പിക്കും. അങ്ങനെ ഈ കരളലിയിപ്പിക്കുന്ന കഥ അവൾ പറയുകയാണ്. അത് കേട്ടതും അവിടെ കൂടി നിന്ന എല്ലാ മുണ്ണകളും ഈ കഥ വിശ്വസിക്കുകയും അവൾ തന്നെയാണ് മെസ്സേജ് അയക്കുന്നതെന്നും ഉറപ്പിക്കും. ശേഷം ചത്ത മോള് ഫേസ്ബുക്ക് വഴി തിരിച്ചു വന്ന് അറിഞ്ഞ കുടുംബം ആകെ സന്തോഷിക്കും. சார் ஆனந்தி கிட்ட இருந்து ரிப்ளை வந்திருக்கு சார். நீங்க எங்க வீட்டுல தான் இருக்கீங்க. கடைசியா நான் இருக்கிற இடத்துக்கே வந்துட்டீங்க. കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? മുതൽ സ്വർഗത്തിലിരുന്ന് അവൾ ഒരു പോസ്റ്റ് പെയ്ഡ് ജിയോ കണക്ഷൻ എടുത്തിട്ട് 12 മണി എന്നുള്ളത് മാറ്റി 24 അവർ ഇവനോട് ചാറ്റിംഗ് ആകും. இந்த மொமெண்ட் என்ன நான் துரதிர்ஷ்டசாலின்னு நினைக்க தோணுது. நாம என்னதான் லவ் பண்ணாலும் நீ என்னைய கல்யாணம் பண்ணிக்க போற. ഇവന് എന്ത് പറ്റിയാടാ? അവൻ ഈ പ്രേമനരിയ സ്ഥലക്കടിച്ചു കയറി പ്രാന്തായതാണ്. ഇനിയാണ് ഈ ആദരമോളയുടെ ഓരോരോ കാര്യങ്ങൾ. ഇവ അവളോട് പറയുമ്പോ ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന്. ലേശം ബുദ്ധി വക്കിൽ എവിടെയുള്ള ആ പ്രേതം പറയും, എനിക്ക് എന്നോട് ചാറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ദിസ് ഈസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ. ഒന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഇപ്പൊ എന്നെ കേട്ടണം, ഞാൻ എന്നെ അഗാധമായി പ്രണയിക്കുന്നു എന്നും പറഞ്ഞവൻ ഞരമ്പ് കണ്ടുപിടിച്ച് മുറിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൾ വന്ന് പറയും, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു 6 മാസം ഡേറ്റ് ചെയ്യാം. വി വിൽ ട്രൈ 6 months only chatting. അപ്പൊ നിനക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ 6 മാസം കഴിയും. 6 മാസം കൊണ്ട് തമിഴ്നാട് സർക്കാർ ഇവന്റെ പ്രവർത്തിക്കേണ്ട ഇവന് 2 മഞ്ഞക്കാട് കൊടുക്കും. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. അവന് വട്ടാണെന്നുള്ളത് പോട്ട്. ഇതിപ്പോ അവന് മാത്രമല്ല, അവ വട്ട് പറഞ്ഞ് എല്ലാരും വിശ്വസിപ്പിക്കുകയും ചെയ്യും. അവനെക്കാളും മുഴുത്ത വട്ട അവന്റെ മാതാശ്രീക്ക്. എന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ ആ ദിവസം വന്നെത്തുകയാണ് ഗൈസ്. ഫേസ്ബുക്കിൽ ചാറ്റ് മാത്രം ചെയ്യുന്ന ഒരു പ്രേതത്തെ നമ്മുടെ നായകൻ കല്യാണം കഴിക്കാൻ പോകുകയാണ്. കല്യാണത്തിന് അന്ന് നമ്മുടെ പോലീസുകാരനെ മുഖ്യ അതിഥിയായിട്ട് അവിടെ ക്ഷണിക്കും. ഒരു ദൃക്സാക്ഷി വേണമല്ലോ. ഞങ്ങളെ പിരിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. ഇനിയാണ് അവിടെ ഒരു കൊല ട്വിസ്റ്റ്. ആകെ പോലീസുകാരന്റെ നായകന്റെ അമ്മയും പിന്നെ നമ്മുടെ പ്രേതത്തിന്റെ കൂട്ടുകാരിയും മാത്രമേ കല്യാണത്തിനുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അമ്മച്ചി എന്തിനാണ് പാലിട്ട് എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കട്ടെ. കൂട്ടുകാരി വന്നിട്ട് അവളെ പുറത്ത് പ്രേതം കയറിയെന്നും പറഞ്ഞ് അവള് പാല് വാങ്ങിച്ച് അവന്റെ റൂമിലോട്ട് കയറി പോകുന്നു. പക്ഷെ സാരിയെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് റൂമിലോട്ട് കൂട്ടുകാരി കയറി ചെല്ലുമ്പോ പെട്ടെന്ന് അവന് തോന്നും അത് അവളാണെന്ന്. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, ചടങ്ങുകളെ ഒന്നും മാറ്റി വെക്കണ്ട എന്നും പറഞ്ഞ് അവൻ നേരെ പിടിച്ച് ലവൾ ഒരു കിസ്. പക്ഷെ പെട്ടെന്ന് ബോധം വീണ അവൻ അവളെ പിടിച്ച് കട്ടിൽ തള്ളിയിടും. ഞാൻ എന്റെ പ്രേതമേ ചതിക്കില്ല, ശരിയല്ല, ഇതൊന്നും ശരിയല്ല. അപ്പൊ കൂട്ടുകാരി ശരീരത്ത് പ്രേതം കീറിയ കൂട്ടുകാരി പറയും, கையிலுக்கும் உங்களை ரொம்ப பிடிக்கும். அவளுக்கு இதை தெரிஞ்சா அவ கண்டிப்பா ஒத்துப்பா. நான் அவகிட்ட பேசிக்கிறேன். നീ കൊള്ളാമല്ലോടി പെണ്ണേ. അടഗൊമ്മാല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? അതായത് പ്രേതത്തിനെ കെട്ടിയത് ഒഫീഷ്യലായി ഫേസ്ബുക്ക് വഴിയല്ലേ. അവർ തമ്മിലൊരു ചാറ്റ് ബന്ധം മാത്രമല്ലേ ഉള്ളൂ. ഇവനൊരു ജീവിച്ചിരിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഇവന് കുറച്ച് ഫിസിക്കൽ ആഡംബരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കൂട്ടുകാരെയും കൂടി ഒക്കെ കെട്ടിക്കൊള്ളാൻ, അതായത് കുടുംബം നടത്താൻ ഫേസ്ബുക്ക് ചാറ്റ് വഴി ഒരു പെണ്ടാട്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുകാരും മറ്റൊരു പെണ്ടാട്ടിയും. അത് എങ്ങനെയുണ്ട് രണ്ടെണ്ണത്തിന്റെ ബുദ്ധി? நமக்குள்ள ஒண்ணுமே நடக்கலையா? ஏன் ஆனந்திக்காக இத கூட நான் செய்ய மாட்டேனா? பேசாம
என்னையும் நீங்க கல்யாணம் பண்ணிக்கோங்க. ബട്ട് അവന്റെ പ്രണയത്തിൽ അവൻ ഇത്രയും കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തന്നെ സ്വയം തയ്യാറായി വന്ന് നിന്ന് തന്നിട്ട് അവൻ അതിനെ മാന്യമായി റിജക്ട് ചെയ്തിട്ട് രാത്രി അവളുമായി ചാറ്റ് ചെയ്യും. അത് നല്ല ഒന്നാന്തരം ഫ്രഷ് തുണ്ട്. மேல வந்து உட்கார்ந்து உன் ஷர்ட் பட்டனை ஒன்னொன்னா கலட்டுறேன். உன் உதட்டுல, கழுத்துல, கன்னத்துலன்னு. I was trying to be sexy for you. മാത്രമല്ല ടെക്നോളജിയുടെ അതിനൂതന വളർച്ചയിലൂടെ നമ്മൾക്ക് മനസ്സിലായില്ലേ, ഒരു ഫേസ്ബുക്കിലെ പ്രേതത്തെ പോലും നമുക്ക് കല്യാണം കഴിച്ച് കുടുംബജീവിതം നടത്താൻ പറ്റുമെന്ന്. ഇപ്പോൾ അങ്ങനെ അവൻ മെസ്സഞ്ചർ അവന്റെ അമ്മയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും, അവനും അവളുമായിട്ട് സംസാരിക്കും. വല്ലാത്തൊരു ഫാമിലി എൻ്റെ നിങ്ങൾ. അങ്ങനെ അവൻ വീണ്ടും ജോലിയിലേക്ക് പോവുകയാണ് ഗൈസ്. അവിടെ ചെല്ലുമ്പോൾ അത് അവന്റെ എക്സ് നമുക്ക് വീണ്ടും അവന്റെ പുറകെ വരുന്നു. ഇവന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞ അവന്റെ ഭാര്യ വീട്ടിൽ പോയി കാണുമെന്നൊക്കെ പറഞ്ഞ് അവന്റെ കൂടെ വീട്ടിൽ കയറി വരും. അപ്പൊ അവൻ പറയും അവൻ കെട്ടിയിരിക്കുന്ന ഒരു പ്രേതത്തിനെയാണെന്ന്. അതുകൊണ്ടല്ലേ അവള് തലയിറങ്ങി വീഴും. അതും ആ വീട്ടിൽ വെച്ച് 2 വട്ടം. അത് കഴിഞ്ഞ് ഒരു ദിവസം തറ തുടയ്ക്കുന്നതിനിടയിൽ അവന്റെ അമ്മച്ചി കാൽ വഴുതി സമ്മർസോൾട്ട് അടിച്ച് തറയിൽ വീണ് മയ്യത്താവാൻ വേണ്ടി പോകും. പ്രേതം ഇത് കാണുന്നുണ്ടെങ്കിലും അവൾക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ ഇവന് കിടന്ന് മാരക മെസ്സേജ് അയപ്പ്. മെസ്സേജ് കണ്ട് അവൻ ഓടിപ്പോയി അമ്മയെ രക്ഷിക്കും. കണ്ണു തുറന്ന് പാരുങ്ങമ്മാ. കക്കൂസി തലയിടിച്ച് വീണേനെ അവിടെ ഒരു മേജർ സർജറി തന്നെ നടക്കും. നീ എന്താ ഡോക്ടർ മൂലത്തിൽ പൊക്കി വെക്കട? ഓക്കെ അത് കെട്ടി വെച്ചാണല്ലേ. എന്തായാലും അമേരിക്കയിൽ നിന്ന് ഓരോ ഡോക്ടർ ഇറങ്ങി വലിയ സർജറി തന്നെ അങ്ങ് നടത്തും. ബട്ട് അമ്മ രക്ഷപ്പെടുമെങ്കിലും അങ്ങ് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രേതം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ വെറും യൂസ്ലെസ് ആണെന്ന് തോന്നി സ്വയം ഗിൽറ്റ് അടിച്ച് പിന്നീട് അവന് മെസ്സേജ് അയക്കില്ല. അവൾ അങ്ങ് പോകും. എന്താ സ്വർഗം മൊത്തം ബോംബെ മുട്ടായി പോലെ ഇരിക്കണം. ശരി, തലയിൽ 5-6 ടിഷ്യൂ പേപ്പർ വെച്ച് കെട്ടിയാണ് ഈ മേജർ സർജറി എന്നും പറഞ്ഞ് കാണിച്ചത്. ആസ്പത്രി കുറെ പൈസ അവരെന്ന് വാങ്ങിച്ചു കാണും. ഇനിയാണ് ഈ സിനിമയിൽ നമ്മൾ സ്വപ്നങ്ങളിൽ പോലും കാണാത്ത തരം ഒരു തരം ട്വിസ്റ്റ് ഉള്ളത്. അവൾ ഇവന് മെസ്സേജ് അയക്കുന്നില്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് നമുക്ക് കുറെ മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും നീ മരിച്ചപ്പോ നിന്റെ ഓർഗനൊക്കെ കുറച്ചൊക്കെ ഡൊണേറ്റും പ്രിസർവും ചെയ്ത് വെച്ചിട്ടുണ്ടത്രേ. കൂട്ടത്തിൽ അവളുടെ ഓവറിയും എക്സും ഒക്കെ പ്രിസർവ് ചെയ്തെന്ന്. അങ്ങനെ അവൻ ഇവന്റെ ബീജം അതിൽ കുത്തിവെച്ച് വേറൊരു വാടക ഗർഭപാത്രം എടുത്ത് അവനൊരു കൊച്ചിനുണ്ടാക്കുന്നു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം. എടാ ഇത് എന്തോന്നടാ ഇത്? ആരടാ ഇതിന്റെ കഥയൊക്കെ എഴുതിയത്? ഇത് ആര് പ്രൊഡ്യൂസ് ചെയ്തത്? ആര് ഡയറക്ട് ചെയ്തത്? ചത്ത പെണ്ണ് പ്രേതമായിട്ട് വരുന്നു, ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നു, കല്യാണം കഴിക്കുന്നവരെയൊക്കെ പിന്നെ നമുക്ക് സമ്മതിക്കാടാ. എഗ്ഗൊക്കെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. കൃത്യസമയത്ത് ഇവന് പ്രേമം തോന്നി അവളെ ചത്ത പെണ്ണിനെ പ്രഗ്നന്റ് ആക്കി അവ കൊച്ചുണ്ടാക്കണെന്നൊക്കെ പറഞ്ഞ ആരടാ വിശ്വസിക്കണത്? എന്തായാലും ഈ പടത്തിന് തന്നെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ അപരാധ പുരസ്കാരം. ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ സുഹൃത്തുക്കളെ. അപ്പൊ ശരി, ഇത്രയേ ഉള്ളൂ ഈ പടം. എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. ആദ്യത്തെ കൺമണി ആണായിരിക്കണം. ആരുമേ